ഈ വീഡിയോയിൽ നമ്മൾ ഡെറ്റർ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഡിപെൻഡന്റ് ബ്രാഞ്ചിന്റെ ഒരു പ്രോബ്ലം ആണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കൽക്കട്ട ബ്രാഞ്ചിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് തന്നേക്കുന്നത്. അതായത് ഹെഡ് ഓഫീസിന് പല സ്ഥലങ്ങളിൽ ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പൊ അതിൽ കൽക്കട്ട ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽസ് ആണ്, ഒരു പെർട്ടിക്കുലർ പീരീഡിലെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. എന്തൊക്കെയാണ് തന്നിരിക്കുന്ന ഡേറ്റ എന്ന് നോക്കാം. First item is stock on 1/1/2023. That is 1st January 2023. That is opening asset. Stock is an asset, right? So this is opening asset, 15,000. Next branch data, another opening asset. കാരണം 1/1/2023 തന്നേക്കുന്നത് 8,000. Then next is goods sent to branch amounting to 45,000. എന്ന് വെച്ചാൽ എന്താണ് goods sent to branch എന്ന് പറയുന്നത്? ഹെഡ് ഓഫീസ് കൽക്കട്ട ബ്രാഞ്ചിലേക്ക് 45,000 രൂപയുടെ ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? കൽക്കട്ട ബ്രാഞ്ച് ഷുഡ് സെൽ ഇറ്റ് ടു ദി കസ്റ്റമേഴ്സ് ഓൺ ബിഹാഫ് ഓഫ് ഹെഡ് ഓഫീസ്. ഇത് ഡെറ്റർ സിസ്റ്റം ആയതുകൊണ്ട് എപ്പോഴും ഇത് ഏത് പ്രൈസിലായിരിക്കും സെൻഡ് ചെയ്തിരിക്കുന്നത്? ഗുഡ്സ് വിൽ ബി സെൻഡ് അറ്റ് പോസ്റ്റ് പ്രൈസ്. എപ്പോഴും ഡെറ്റർ സിസ്റ്റം അനുസരിച്ച് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് പോസ്റ്റ് പ്രൈസിനായിരിക്കും ഗുഡ്സ് സെൻഡ് ചെയ്തിരിക്കുന്നത്. 45,000 വിൽ ബി ദി പോസ്റ്റ് പ്രൈസ്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം ഇസ് ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് ഫോർ. എന്തിനൊക്കെയാണ്? ബ്രാഞ്ചിന് ക്യാഷ് കൊടുത്തിട്ടുണ്ട്. എന്തിനൊക്കെ വേണ്ടിയാണ്? ഹെഡ് ഓഫീസ് ഹാസ് ഗിവൻ ക്യാഷ് ടു ബ്രാഞ്ച് ഫോർ മീറ്റിംഗ് ദി റെന്റ് എക്സ്പെൻസ്, സാലറി എക്സ്പെൻസ് ആൻഡ് സൺട്രി എക്സ്പെൻസ്. ഈ 3 എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനുള്ള പൈസ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ എത്ര കൊടുത്തിട്ടുണ്ട്? 1,500 പ്ലസ് 4,000 പ്ലസ് 500, ദാറ്റ് ഇസ് 6,000 റുപ്പീസ് ബ്രാഞ്ചിന് ക്യാഷ് ആയിട്ട് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഹെഡ് ഓഫീസ്. ഇനി അടുത്തത് സെയിൽസ് അറ്റ് ബ്രാഞ്ച്. അതായത് ഗുഡ്സ് കൊടുത്തില്ല, 45,000 രൂപയുടെ ഗുഡ്സ് ബ്രാഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. ബ്രാഞ്ച് അത് വിൽക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ക്യാഷ് സെയിലും നടത്തിയിട്ടുണ്ട്, അവര് ക്രെഡിറ്റ് സെയിൽ നടത്തിയിട്ടുണ്ട്. 30,000 ഇസ് ദി ക്യാഷ് സെയിൽ ആൻഡ് 50,000 ഇസ് ദി ക്രെഡിറ്റ് സെയിൽ. ഓക്കെ, ക്രെഡിറ്റ് സെയിലിന്റെ എമൗണ്ട് ഉടനെ ലഭിക്കില്ല, അത് പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ലഭിക്കത്തുള്ളൂ. പിന്നീട് അടുത്തത് എന്താണ്? ക്യാഷ് റെസീറ്റ് ഫ്രം ഡെറ്റർ. അതായത് ക്രെഡിറ്റ് സെയിൽ നടത്തിയപ്പോൾ അവിടെ ഡെറ്റേഴ്സ് ഉണ്ടായി. അപ്പൊ ആ ഡെറ്റേഴ്സ് പലപ്പോഴായിട്ട് 52,000 രൂപയോളം ബ്രാഞ്ചിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോക്ക് ഓൺ 31st December 2023. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് 17,500. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ കണ്ടായിരുന്നു, ഇത് ക്ലോസിംഗ് സ്റ്റോക്ക്. ദിസ് ഇസ് ക്ലോസിംഗ് അസറ്റ്. ഇനി അടുത്തത് ഡിസ്കൗണ്ട്. അതായത് കസ്റ്റമേഴ്സിന്, ഡെറ്റേഴ്സിന് 100 രൂപയുടെ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ബാഡ് ഡെറ്റ് 150 രൂപ ബാഡ് ഡെറ്റ് ആയി പോയിട്ടുണ്ട്. ഡെറ്റേഴ്സ് തരാത്ത തുകയാണ് 150 റുപ്പീസ് ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓപ്പണിംഗ് അസറ്റ്സ് ഓപ്പണിംഗ് അസറ്റ്സും തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ലയബിലിറ്റി ഒന്നും തന്നെയില്ല. ഓപ്പണിംഗ് അസറ്റും ക്ലോസിംഗ് അസറ്റേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ. ലയബിലിറ്റീസ് ഓപ്പണിംഗിലും ഇല്ല, ക്ലോസിംഗിലും ഇല്ല. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേ വേണ്ട. പിന്നീട് ഓപ്പണിംഗ് അസറ്റ് 2 എണ്ണമായിരുന്നു തന്നിരുന്നത്, സ്റ്റോക്കും ഡെറ്റേഴ്സും. പക്ഷേ ക്ലോസിംഗിൽ എന്ത് മാത്രമേ ഉള്ളൂ? സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഡെറ്റേഴ്സ് ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യനിൽ തരാത്തോണ്ട് വി നീഡ് ടു ഡു എ വർക്കിംഗ്. That is, we need to prepare a branch debtor account and check whether there is any closing balance of debtor. Okay. അപ്പൊ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത്? We need to prepare a branch account for the year 2023 in the books of head office. പിന്നീട് goods sent to branch കൂടെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. So you need to open എ ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പൊ ഇവിടെ കൽക്കട്ട ബ്രാഞ്ച് അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഓക്കെ, ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഇറ്റ്സ് എ നോമിനൽ അക്കൗണ്ട് വേർ വി ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. ഇതിനകത്ത് വരുന്ന ഐറ്റംസ് എല്ലാം ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം എങ്ങനെ ഡെബിറ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് വി നീഡ് ടു ബ്രോ ഡൗൺ ഓപ്പണിംഗ് അസറ്റ്സ് ആൻഡ് ഓപ്പണിംഗ് ലയബിലിറ്റി. ഈ ക്വസ്റ്റ്യൻ ലയബിലിറ്റി ഒന്നും തന്നെ ഇല്ല, സോ വി ക്യാൻ ബ്രോ ഡൗൺ ഓപ്പണിംഗ് അസറ്റ്. എന്താ? ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ. ഓക്കെ, ഏതൊക്കെയുണ്ട്? സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ. സ്റ്റോക്കും ഡെറ്ററും രണ്ടും 1 by 1 ആയിട്ട് എഴുതുക. സ്റ്റോക്ക് 15,000 ആൻഡ് ഡെറ്റർ എമൗണ്ടിങ് ടു 8,000. ഓക്കെ, ക്വസ്റ്റ്യനിലുള്ളതാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് ഡെറ്റർ, ഇത് രണ്ടും ഓപ്പണിംഗ് അസറ്റ് ആണ്. രണ്ടും നമ്മൾ റെക്കോർഡ് ചെയ്ത്. ഇനി ഓപ്പണിംഗ് ലയബിലിറ്റീസ് ഒന്നും ഈ ക്വസ്റ്റ്യനിൽ ഇല്ല, അതുകൊണ്ട് ഓപ്പണിംഗ് ലയബിലിറ്റി ഒന്നും എഴുതണ്ട. പിന്നീട് ക്ലോസിംഗ് അസറ്റ് ആണ്. എവിടെ വരും ക്ലോസിംഗ് അസറ്റ്? ഓപ്പണിംഗ് അസറ്റ് നമ്മൾ ഇവിടെയാണ് പോസ്റ്റ് ചെയ്തത്. ക്ലോസിംഗ് അസറ്റ് ക്രെഡിറ്റ് സൈഡിൽ ലാസ്റ്റ് ഐറ്റം. കുറച്ച് സ്പേസ് ലീവ് ചെയ്തിട്ട് വേണം ലാസ്റ്റ് ഐറ്റം ആയിട്ട് എഴുതാനായിട്ട്. ബാലൻസ് സി ഡി, ക്ലോസിംഗ് വാല്യൂ ഓഫ് അസറ്റ്. ഏതൊക്കെ തന്നിട്ടുണ്ട്? സ്റ്റോക്കും തന്നിട്ടുണ്ട് 17,500. ഡെറ്റേഴ്സ് തന്നിട്ടില്ല. ഡെറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു ഫൈൻഡ് ഡെറ്റേഴ്സ് ബൈ ഓപ്പണിംഗ് എ ഡെറ്റർ അക്കൗണ്ട്. ബ്രാഞ്ച് ഡെറ്റർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടാണ് ഈ എമൗണ്ട് കണ്ടെത്തേണ്ടത്. അത് നമുക്ക് പിന്നീട് കണ്ടെത്താം. ഇനി അടുത്തത്
എന്താ ചെയ്യാനുള്ളത്? ഓപ്പണിംഗ് ലയബിലിറ്റിയും ക്ലോസിംഗ് ലയബിലിറ്റി ഇല്ല. ബാക്കി ഐറ്റംസ് പോസ്റ്റ് ചെയ്യാം. അടുത്ത ഡെബിറ്റ് സൈഡിൽ എന്താ ചെയ്യേണ്ടത്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അതായത് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് എത്ര രൂപയുടെ ഗുഡ്സ് ആണ്? 45,000. നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടതാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചസ് 45,000. It is given in your question. See, goods sent to branch 45,000. അത് റെക്കോർഡ് ചെയ്യുക ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. കൽക്കട്ട ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അമൗണ്ടിങ് ടു 45,000. ഇനി ബ്രാഞ്ചിനേക്ക് വേണ്ടി ഹെഡ് ഓഫീസ് കുറച്ച് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള പൈസ കൊടുത്തിട്ടുണ്ടല്ലോ, അത് റെക്കോർഡ് ചെയ്യുക. ഇങ്ങനെ ബാങ്ക് എന്നും പറഞ്ഞ് എൻട്രി ഇങ്ങനെയാണ് വരുന്നത്. ബ്രാഞ്ച് അക്കൗണ്ട്, കൽക്കട്ട ബ്രാഞ്ച് അക്കൗണ്ട് ടു ബാങ്ക്. ക്യാഷ് എക്സ്പെൻസ് പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ് ടു ബ്രാഞ്ച്. എന്തിനൊക്കെയാണ്? റെന്റ്, സാലറി, സൺട്രി എക്സ്പെൻസ്. ഇവിടെ പെറ്റി ക്യാഷ് ഒന്നുമില്ല, കാരണം ഓപ്പണിംഗിലും ക്ലോസിംഗിലും ഒന്നും പെറ്റി ക്യാഷിനെ കുറിച്ച് പറഞ്ഞില്ല. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ട. ഈ 3 ടോട്ടൽ 6,000 രൂപ പേ ചെയ്തിട്ടുണ്ട് ബ്രാഞ്ചിന് വേണ്ടി ഹെഡ് ഓഫീസ്. നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്യുന്നത് ഹെഡ് ഓഫീസിന്റെ ബുക്കിലാണ്. ഇൻ ദ ബുക്സ് ഹെഡ് ഓഫീസ് വി ആർ പ്രിപ്പയറിംഗ് ദിസ് അക്കൗണ്ട്. ഇനി അടുത്ത ഡെബിറ്റ് സൈഡിലുള്ളതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ. ക്രെഡിറ്റ് സൈഡിൽ എന്താണ് പ്രധാനമായിട്ട് വേണ്ടത്? ഇവര് ഗുഡ്സ് വിറ്റിട്ടുണ്ടാവും അല്ലെ, അതിന്റെ പൈസ കിട്ടിയത്. ബ്രാഞ്ച് ആണ് വാങ്ങുന്നതെങ്കിലും ഈ എമൗണ്ട് ഫൈനലി ഇറ്റ് വിൽ ഗോ ടു ഹെഡ് ഓഫീസ്. അപ്പൊ ഹെഡ് ഓഫീസിന് ഇത് റിസീവ് ചെയ്തതായിട്ടാണ് നമ്മൾ എഴുതുന്നത്, കാരണം ഹെഡ് ഓഫീസിന്റെ ബുക്കിലല്ലേ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കൽക്കട്ട ബ്രാഞ്ച്. ഇപ്പൊ എൻട്രി ചെയ്യുന്ന ഇങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഇൻ ഡെബിറ്റ് സൈഡ്. സോറി, ബാങ്ക് അക്കൗണ്ട് ഷുഡ് ബി റിട്ടേൺ ഇൻ ക്രെഡിറ്റ് സൈഡിലാണ് ബാങ്ക് അക്കൗണ്ട്. എൻട്രി വരുന്നത് ഇങ്ങനെയാണ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കൽക്കട്ട ബ്രാഞ്ച്. ലെഡ്ജറി പോസ്റ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക്. എങ്ങനെയൊക്കെ നമുക്ക് ക്യാഷ് കിട്ടുന്നത്? ക്യാഷ് സെയിൽ വഴി 30,000 കിട്ടി. ക്രെഡിറ്റ് സെയിൽ എഴുതാൻ പാടില്ല. എന്താണ് എഴുതേണ്ടത്? ക്യാഷ് പൈസ കിട്ടിയതല്ലേ എഴുതാൻ പറ്റും. ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെറ്റർ 52,000. ഇത് രണ്ടും എഴുതണം. ഇതാണ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ച്. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സി, ക്യാഷ് സെയിൽ 30,000 പിന്നീട് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റർ 52,000. ഇത് രണ്ടുമാണ് നമ്മൾ അവിടെ എഴുതിയത്, ബാങ്ക് എന്നും പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ ഗുഡ്സ് റിട്ടേൺ ചെയ്തതൊന്നും പറയുന്നില്ല, വേറെ ഒന്നും തന്നെയില്ല. നമ്മൾ തന്നിരിക്കുന്ന എല്ലാ എൻട്രീസും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരെണ്ണം മിസ്സിംഗ് ആണ്. ഏതാണ്? ഡെറ്റർ മിസ്സിംഗ് ആണ്. സോ വി നീഡ് ടു പ്രിപ്പയർ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്. സി, ബ്രാഞ്ച് ഡെറ്റർ അക്കൗണ്ട്. അതിലാദ്യത്തെ എൻട്രി ബാലൻസ് ബി ഡി ഓപ്പണിംഗ് ഡെറ്റർ. ഓപ്പണിംഗ് ഡെറ്റർ തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ. സി, ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ഡെറ്റർ 8,000. ഇത് ബാലൻസ് ബി ഡി എന്ന് പറഞ്ഞ് എഴുതി. പിന്നീട് ഇതൊരു അസറ്റ് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞു അറിയാം. ഇപ്പം ഡെബിറ്റ് സൈഡ് ഡെറ്റർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ തന്നെയാണ് പോകേണ്ടത്. ക്രെഡിറ്റ് സെയിൽ സംഭവിക്കാൻ ഡെറ്റർ വീണ്ടും ഇൻക്രീസ് ചെയ്തു. ക്രെഡിറ്റ് സെയിൽ 50,000 ഇൻ ഡെബിറ്റ് സൈഡ്. എൻട്രി വിൽ ബി ബ്രാഞ്ച് ഡെറ്റർ അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റ് സെയിൽ. സെയിൽസ് എന്ന് പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യനിലുണ്ട് ക്രെഡിറ്റ് സെയിൽ. ഇതാണ് ക്രെഡിറ്റ് സെയിൽ, 50,000 റുപ്പീസിന്റെ ക്രെഡിറ്റ് സെയിൽ. ഇപ്പൊ 8,000 പഴയത് കിട്ടാനുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഈ വർഷത്തെ 50,000 രൂപയും കിട്ടാനുണ്ട്. അങ്ങനെ ടോട്ടൽ 58,000. ഇനി എന്താ നോക്കേണ്ടത്? ഡെറ്റേഴ്സിന് ഡിക്രീസ് ഉണ്ടാവുന്ന എപ്പോഴാണ്? ഈ 58,000-ൽ പൈസ കിട്ടി തുടങ്ങും. ഡെറ്റേഴ്സ് പൈസ തന്നു തുടങ്ങില്ലോ. പൈസ തന്നിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എത്ര രൂപയാണ്? ക്യാഷ് റിസീവ് ഫ്രം ഡെറ്റർ ബാങ്ക് എന്നും പറഞ്ഞ് 52,000 എഴുതുക. പിന്നീട് ക്വസ്റ്റ്യനിൽ 150 രൂപ ബാഡ് ഡെറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിസ്കൗണ്ട് 100 രൂപ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ബാലൻസ് എന്തായിരിക്കും? അതായത് ടോട്ടൽ 58,000 ആയിരുന്നു നമുക്ക് കിട്ടാനുള്ളത്. 58,000-ൽ എത്ര കുറയ്ക്കേണ്ടത്? 52,000-ഉം പിന്നീട് 250. 52,250 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ഇനി ക്ലോസിംഗ് ഡെറ്റർ എത്രയാണ്? ദിസ് ഇസ് ദി ബാലൻസിംഗ് ഫിഗർ 5,750. 5,750 ആണ് ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്ലോസിംഗ് വാല്യൂ ഓഫ് അസറ്റിൽ വരുന്ന ഒരു ഐറ്റം. ഡെറ്റർ 5,750. അപ്പൊ നമ്മൾ എല്ലാ ഐറ്റംസും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഡെബിറ്റ് സൈഡിലെയും ക്രെഡിറ്റ് സൈഡിലെയും എല്ലാ ഐറ്റംസും ബ്രാഞ്ച് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത് നൗ വി ക്യാൻ ബാലൻസ് ദി ബ്രാഞ്ച് അക്കൗണ്ട്. ബാലൻസ് ചെയ്ത് നോക്കാം ഇൻകവും എക്സ്പെൻസും തമ്മിലുള്ള ഡിഫറൻസ്. ഇൻകം സൈഡ് ടോട്ടൽ 10,750 വരുന്നു. അതായത് ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ ആണ് 10,000 അല്ല, 1,05,250. നിങ്ങൾ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ 74,000 വരുന്നുള്ളൂ. അതിന്റെ മീനിങ് എന്താണ്? ഇൻകം ഇസ് ഗ്രേറ്റർ അല്ലെ. ദിസ് ഇസ് ഇൻകം ആൻഡ് ദിസ് ഇസ് എക്സ്പെൻസ്. ഇൻകം ആണ് കൂടി കിടക്കുന്നത്. സോ വി വിൽ ഗെറ്റ് പ്രോഫിറ്റ്. സോ ബാലൻസിംഗ് ഫിഗർ വിൽ ബി 31,250. ഇത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 31,250. It should be transferred to general profit and loss account, and that is branch profit. Okay. ബ്രാഞ്ച് അക്കൗണ്ടിൽ നിന്ന് കൽക്കട്ട ബ്രാഞ്ച് പ്രോഫിറ്റിലാണെന്ന് മനസ്സിലായി. എത്ര രൂപ പ്രോഫിറ്റിലാണ് കൽക്കട്ട ബ്രാഞ്ച്? 31,250 rupees ആണ് കൽക്കട്ട ബ്രാഞ്ചിൽ നിന്നുള്ള പ്രോഫിറ്റ്.
31,250. That's all. പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഇവിടെ പ്രിപ്പയർ ചെയ്യാം. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ എന്തേ ഉള്ളൂ ഇവിടെ അവർ ആദ്യം സെൻഡ് ചെയ്ത ഗുഡ്സ് സെൻഡ് ടു എഴുതൽ അത് ദാറ്റ് ഇസ് ഫ്രം ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ട് 45,000 അതല്ലേ ഉള്ളൂ. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ ബ്രാഞ്ച് അക്കൗണ്ടിൽ നിന്ന് വരുന്ന ഇത് മാത്രം, ഈ കറസ്പോണ്ടിങ് എൻട്രി മാത്രം 45,000 ആൻഡ് ഡിഫറൻസ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു ട്രേഡിംഗ് ഓർ പർച്ചേസ് അക്കൗണ്ട് 45,000. ദാറ്റ്സ് ഓൾ. നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കഴിഞ്ഞ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിവേ നിങ്ങളിത് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.